ഹെൻസു ഹെൻസു മൊട്ടേ മൊട്ടച്ചി ഇങ്ങോട്ട് നോക്ക്. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. പറ അല്ലെങ്കിൽ ടാറ്റ വിട്. ടാറ്റ പറയടി പൊന്ന പറ. അവൾ ഈ വണ്ടിയൊക്കെ പോകുന്നതാണ് നോക്കുന്നത് ഗൈസ്. നമ്മളിപ്പോൾ അൻസിത്താത്തിയുടെ വീട്ടിലോട്ട് പോവാണ്, മേലോട്ട്. വീട്ടിലിരുന്ന് ബോറടിച്ചു ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ മേലോട്ട് പോവാണ്. ഇന്നലെ വിചാരിച്ചായിരുന്നു ഗൈസ് ഇവിടെ ഒന്ന് കയറി വരണമെന്ന്, പിന്നെ ഒന്നും പറ്റിയില്ല. പിന്നെ ഇന്ന് വിചാരിച്ച് ഇന്നങ്ങ് വരാമെന്ന്. ഇപ്പോൾ ഒരു 5 മണി ആ ടൈമായി, വെയിലൊന്ന് താന്നിട്ടാണ് നമ്മൾ കയറി വരുന്നത്. അപ്പോഴത്തേക്ക് കാക്കാണെങ്കിൽ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അല്ലുവാണ് ഗേറ്റൊക്കെ അടച്ചു കൊടുക്കുന്നത്. അല്ലുവിൻ്റെ അടുത്ത് പറയുകയാണ് ഹെൻസ് വരുവാണെന്ന്. അങ്ങനെ നമ്മൾ പോയപ്പോൾ പാത്തു അവിടെ ഇല്ലായിരുന്നു. പാത്തു പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമി ഉണ്ടായിരുന്നു. അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴേ അല്ലുവിൻ്റെ അടുത്ത് പറഞ്ഞവർ ഹലോ ഗൈസ് പറയല്ലോ. പക്ഷേ അവർക്കാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഓടുന്ന ടൈപ്പാണ് ഗൈസ്. ചിലപ്പോൾ നല്ല മൂഡാണെങ്കിൽ വരും, അല്ലെങ്കിൽ ഇതേപോലെ കിടന്ന് ഓടുകയൊക്കെ ചെയ്യും. പിന്നെ അകത്ത് പിന്നെ താത്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താത്തയുടെ കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് നമ്മൾ താത്തയുടെ വീടിൻ്റെ അപ്പുറത്ത്, അതായത് അപ്പുറത്തൊരു വീടുണ്ട്, അവരെ റിലേറ്റീവിൻ്റെ വീട് തന്നെ. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കാണെങ്കിൽ ബസ്സിന് ബാക്കിലാണ് ആ വീട്. അപ്പോൾ നന്നായിട്ട് അവിടെ ഫുള്ളും കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാനും താത്തയും അല്ലും ഹെൻസും കൂടെ പോവാണ്. അവരുടെ വീടിൻ്റെ മുകളിൽ നിന്നിട്ടാണ് കാണുന്നത്. അവരുടെ വീട്ടിൽ ആരൊന്നും ഇല്ല ഗൈസ്, ഇപ്പോൾ ആളൊന്നുമില്ല, അടച്ചിട്ടേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ആ പൂ എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെയാണ് അത് വീഡിയോ എടുത്തത് ഗൈസ്. അങ്ങനെ അല്ലു ഒക്കെ പെതുക്കെ കയറി പോവാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്, പക്ഷേ എൻ്റെ ചിരിയും ബഹളവും കാരണം ഞാൻ അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴൊന്നും കയറി വരത്തില്ല, താത്തി വിളിക്കും കയറി വാടി, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കയറി വാന്ന്. പക്ഷേ ഞാനാണെങ്കിൽ ഫുൾ മടിച്ചാണ് ഗൈസ്. ഒരു മൂടുള്ളപ്പോൾ മാത്രമേ എങ്ങോട്ടെങ്കിലും പോകാറുള്ളൂ. താത്തി പറഞ്ഞത് കറക്റ്റാണ് ഗൈസ്, നമ്മളെ ബൈപ്പാസ് നന്നായിട്ട് കാണാം. ഇതാണ് ഞങ്ങൾ മിക്കപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം, അതായത് കയറു. അവിടുത്തെ ഫുഡൊക്കെ പോളി ടേസ്റ്റാണ് ഗൈസ്. നല്ല തണലുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേക്ക് താത്തി പറയും 28-ാം തീയതി അൽഫിയുടെ വക ചിലവാണ്, നമുക്ക് കൈറോയിൽ വന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം, പൈസ എല്ലാം അൽഫി കൊടുത്തോളൂ. അത് കാരണം 28-ാം തീയതി എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഗൈസ്. 2 വർഷം ഇങ്ങനെ പൂർത്തിയാവുകയാണ് ഗൈസ്. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഗൾഫിലായിരുന്നു. ഇപ്പോഴത്തെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറിക്കും മിക്ക ഗൾഫിലാണ്. അപ്പം അതുകൊണ്ട് ആഘോഷിക്കാനൊന്നുമുള്ളൊരു മൂടൊന്നുമില്ല ഗൈസ്. പിന്നെ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് കാണുമായിരിക്കും. ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന്, കാരണം വാങ്ങൊക്കെ കേട്ടായിരുന്നു. പിന്നെ ഞാനും ഹെൻസും കൂടെ പെതുക്കെ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഉത്സവം ആയതുകൊണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ അത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.